എല്ലാവർക്കും എംപവറിംഗ് യു ചാനലിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സുഗമമായി സംസാരിക്കാൻ മലയാളത്തിൽ ഒരു ഫോർമുല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്സ്. ഇപ്പം മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, നിനക്ക് ജോലി കിട്ടിയല്ലേ, നീ ഇന്നലെ അവിടെ പോയിരുന്നു അല്ലേ, ഓ അയാൾ വന്നില്ല അല്ലേ, വരും അല്ലേ. അതേമാതിരി ഒരു അല്ലേ എന്നുണ്ടെങ്കിൽ അല്ലേ എന്ന് മാത്രം മതി. ഏത് തരത്തിലുള്ള സംഭാഷണത്തിലും അല്ലേ അല്ലേ എന്ന ക്വസ്റ്റ്യൻ ടാഗ്സ് മലയാളത്തിൽ വരത്തുള്ളൂ. പക്ഷെ അത് ഇംഗ്ലീഷിലാകുമ്പോൾ ഓരോ സെൻറ്റൻസിനനുസരിച്ച്, അത് പാസ്റ്റ് ആണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും, ഇപ്പോൾ don't, doesn't, isn't, aren't, hasn't, haven't, didn't, will, would, won't, അതേമാതിരി ഒരുപാട് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. മലയാളത്തിലാണെങ്കിൽ വരുമ്പോൾ ഒരു അല്ലേ എന്ന് മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ്, ഒരു സെൻറ്റൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് മെയിനായിട്ട് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഡു, ഡസ് എന്നൊക്കെ ഉപയോഗിച്ചാണ്. അല്ലെങ്കിൽ ഡോണ്ട്, ഡസൻറ്റ്. അത് കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ ഈസ്, ആർ, ആം, ഈസിൻറ്റ്, ആറിൻറ്റ് ഒക്കെ വരും. പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഹാസ്, ഹാവ്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഹാഡ്. അതേമാതിരി സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഡിഡ്. ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസിൽ വിൽ ഉപയോഗിക്കും. അതേമാതിരി മോഡൽ വെർബ്സ് ആണെങ്കിൽ വുഡ്, ഷുഡ്, ക്യാൻ, കുഡ്, മസ്റ്റ് എന്നൊക്കെ ഉപയോഗിക്കും. ഇതൊക്കെയാണ് പൊതുവായി ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ്സ് ഇംഗ്ലീഷിൽ. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്. ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡോണ്ട് ദേ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. ആദ്യം ഈ സെൻറ്റൻസ് ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്. അവർ സ്കൂളിൽ പോകുന്നത്, ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത്. അതാണ് സെൻറ്റൻസ്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡൂവും ഡസ്സും ആണ് ഉപയോഗിക്കുക. ഇപ്പോൾ ദേ എന്ന് പറഞ്ഞാൽ പ്ലൂരലാണ്. പ്ലൂരൽ വരുമ്പോൾ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഡു ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്, അല്ലെ ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ ബൈ ബസ് എന്നാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്സ് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു സബ്ജക്റ്റും ഉണ്ടാവും ഒബ്ജക്റ്റും ഉണ്ടാവും. ആദ്യത്തെ പാർട്ട് വരുന്നതാണ് സബ്ജക്റ്റ്. ദേ ആണ് ഇവിടെ സബ്ജക്റ്റ്. ഒബ്ജക്റ്റ് വന്നിട്ട് ലാസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ദേ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സിൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ദേ, ഹി അതൊന്നും ഉപയോഗിക്കത്തില്ല. ഉപയോഗിക്കുന്നത് അതിൻ്റെ ദേ എന്ന് ഉപയോഗിക്കും. പക്ഷേ നമ്മൾ പേരുകൾ, നൗണുകൾ ഉപയോഗിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരാളുടെ പേര് വരികയാണെങ്കിൽ, അതേമാതിരി അതെ ഒരു പേരൊക്കെ വരികയാണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കത്തില്ല. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഡോണ്ട് ദേ. ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഡോണ്ട് ദേ. അവർ ബസ്സിലാണ് സ്കൂളിൽ പോകുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് നമ്മൾ ഡോണ്ട് ദേ എന്നാണ്. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിന് ഡു എന്നാണ് നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസൻറ്റിൽ. എപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ദേ ഡു നോട്ട് ഗോ ടു അല്ലെ ഡോണ്ട് ഗോ ടു സ്കൂൾ ബൈ ബസ് എന്നല്ല പറയുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ്സ് വരുന്നത് നെഗറ്റീവ് ടാഗ്സ് ആയിരിക്കും. നമുക്ക് ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്, ഡോണ്ട് ദേ. ആ ഡു എന്നുള്ളതിന് ഡോണ്ട് ആക്കുക, ആദ്യത്തെ ദേ ഉപയോഗിക്കുക, ഡോണ്ട് ദേ. അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ. അവർ സ്കൂളിൽ പോകുന്നില്ല അല്ലേ. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ, ഡു ദേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നോട്ട്, ഡോണ്ട് എന്നതിൽ ഡു നോട്ടാണത്, അതിൽ നിന്ന് നോട്ട് എടുത്ത് കളയുക. അപ്പോൾ ഡു വരും. അപ്പോൾ ഡു ദേ. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ, ഡു ദേ എന്നാണ് വരുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം.
ഹീ ഗോസ് ടു സ്കൂൾ ബൈ വാക്ക്. ഡസൻ ഹീ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹീ ഗോസ് ടു സ്കൂൾ ബൈ വാക്ക്. ഡസൻ ഹീ. ഹീ ഗോസ് ടു സ്കൂൾ ബൈ, അതൊരു സിംഗുലർ സെൻറ്റൻസ് ആണ്. ഹീ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അതുകൊണ്ട് ഗോസ് എന്ന് വരുന്നു. അതിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡസ് ആണ് ഉപയോഗിക്കുക. ഹീ ഗോസ് ടു സ്കൂൾ ബൈ വാക്ക് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവ് ടാഗ്സ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് ഹീ ഗോസ് ടു സ്കൂൾ ബൈ വാക്ക് ഡസൻ ഹീ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ മഹേഷ് ലേൺസ് ഇംഗ്ലീഷ്. മഹേഷ് ഇംഗ്ലീഷ് പഠിക്കുന്നു. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇത് വന്നിട്ട് സിമ്പിൾ പ്രസൻറ്റിലുള്ളതാണ്. അപ്പോൾ നമുക്ക് മഹേഷ് ലേൺസ് ഇംഗ്ലീഷ് ഡസൻ ഹീ എന്നാണ് വന്നിരിക്കുന്നത്. മഹേഷ് ഡസൻ ലേൺ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ മഹേഷ് ഡസ് നോട്ട് ലേൺ ഇംഗ്ലീഷ് എന്നാണെങ്കിൽ ഡസ് ഹീ എന്നാണ് ചോദിക്കുക. ഡസ് ഹീ. മഹേഷ് ഇംഗ്ലീഷ് പഠിക്കുന്നില്ല അല്ലേ. മഹേഷ് ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലേ. മലയാളത്തിലാണെങ്കിൽ വെറും അല്ലേ 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 എന്ന് മാത്രം മതി. പക്ഷേ ഇംഗ്ലീഷിലാകുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് ഇപ്പോൾ പ്ലൂറൽ ആണെങ്കിൽ ഡു ഉപയോഗിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഡോൺ എന്ന് ഉപയോഗിക്കും, സിംഗുലർ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കും. അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വേണ്ടത്, നെഗറ്റീവ് ടാക്സ് ആണ് ചെയ്യേണ്ടെങ്കിൽ ഡസൻറ്റ് എന്ന് ഉപയോഗിക്കും. അതുപോലെ നെക്സ്റ്റ് നോക്കൂ. സുമ ആൻഡ് സുധ കം ബൈ കാർ. സുമയും സുധയും കാറിലാണ് വരുന്നത് അല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് സുമ ആൻഡ് സുധ കം ബൈ കാർ. നോക്ക്, സുമ സുധ രണ്ടുപേർ പ്ലൂരലാണ്, അതുകൊണ്ട് ഡു എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗാണ് ഇവിടെ വരുന്നത്. ഡു എന്നുള്ളത് ആണ് മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ്. പക്ഷേ സുമ ആൻഡ് സുധ കം ബൈ ബസ് എന്നുള്ളത്, അല്ല കാർ എന്നുള്ളത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ടാഗ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് വേണം. അപ്പോൾ ഡോൺ എന്നായി. സുമ ആൻഡ് സുധ എന്ന് പറയത്തില്ല, നമ്മളെപ്പോഴും അവിടെ പ്രോനൗണാണ് ഉപയോഗിക്കേണ്ടത്. സുമ ആൻഡ് സുധ എന്നുള്ളത് ദേ ആണ്, രണ്ട് പേരുണ്ട്, അതുകൊണ്ട് ദേ എന്നുള്ള പ്രോനൗൺ ഉപയോഗിക്കും. സുമ ആൻഡ് സുധ കം ബൈ കാർ ഡോൺ ദേ. നമ്മളെപ്പോഴും ടാഗ്സ് ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടും ഇങ്ങനെ പറയുന്നത് കൊണ്ടെന്ന് വിചാരിക്കുന്നു. സുമ ആൻഡ് സുധ കം ബൈ കാർ എന്ന് പറഞ്ഞ ഒരു കോമ ഇട്ടിട്ട് പിന്നെ ഡോൺ ദേ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് ടാഗ്സ് ഉണ്ടാക്കുമ്പോൾ, എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം ആ സെൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അടുത്തത് നോക്കുക. സുമ ആൻഡ് സുധ ഡോൺ കം ബൈ കാർ. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് ഡു ദേ എന്നാണ് ഉപയോഗിക്കുന്നത്. സുമയും സുധയും കാറിൽ വരുന്നില്ല അല്ലേ. നെക്സ്റ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്ന ഒരു സെൻറ്റൻസ് നോക്കൂ. അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല, ഇത് തന്നെ സിമ്പിൾ പ്രസൻറ്റ് തന്നെ. ഹീ ഈസ് എ ടീച്ചർ. ഹീ ഈസ് എ ടീച്ചർ. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈസ് ആണ്. ഹീ ഈസ് എ ടീച്ചർ. ഇസിൻ ഹീ ആണ് വന്നത്. ഹീസ് നോട്ട് എ ടീച്ചർ, അല്ലെങ്കിൽ ഹീസിൻ്റെ എ ടീച്ചർ. ഹീ ഈസിൻ്റെ എ ടീച്ചർ എന്നാണെങ്കിൽ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ഈസ് ഹീ, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗാണ് ഉണ്ടാക്കിയത്. ഹീ ഈസിൻ്റെ എ ടീച്ചർ, ഈസ് ഹീ എന്നാണ് പറഞ്ഞത്. അയാളൊരു ടീച്ചർ അല്ല അല്ലേ. അയാളൊരു ടീച്ചറാണ് അല്ലേ എന്നല്ലേ. ഹീ ഈസ് എ ടീച്ചർ ഈസിൻ ഹീ. ഹീ ഈസിൻ്റെ ടീച്ചർ, അയാളൊരു ടീച്ചർ അല്ല എന്നല്ലേ. ഹീ ഈസിൻ്റെ ടീച്ചർ ഈസ് ഹീ എന്നാണ് ക്വസ്റ്റ്യൻ ടാഗ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ജേക്കബ് ഈസ് റീഡിങ് എ നോവൽ. അവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇവിടെ ഈസ് എന്നുള്ളത് ഇത് പോസിറ്റീവാണ്. ജേക്കബ് ഈസ് റീഡിങ് എ നോവൽ. അപ്പോൾ അത് നെഗറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഈസ് ഇൻ ഹീ ഉണ്ടോ. ജേക്കബ് ഒരു നോവൽ വായിക്കുകയാണ് അല്ലേ. ജേക്കബ് ഒരു നോവൽ വായിക്കുകയാണ് അല്ലേ. ജേക്കബ് ഈസ് റീഡിങ് എ നോവൽ, ഈസ് ഇൻ ഹീ. ഇനി അത് നെഗറ്റീവിലാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. ജേക്കബ് ഈസ് ഇൻ റീഡിങ് എ ബുക്ക്. ജേക്കബ് ഈസ് ഇൻ റീഡിങ് എ ബുക്ക്. ജേക്കബ് ഈസ് നോട്ട് റീഡിങ് എ ബുക്ക് എന്നാണ്. അത് ജേക്കബ് ഈസ് ഇൻ റീഡിങ് എ ബുക്ക് എന്നാണ് ഷോർട്ടായിട്ട് പറയുന്നത്. ഈസിൻ്റെ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ടാഗ് നോക്കൂ. ഈസ് ഹീ. ജേക്കബ് ഈസ് ഇൻ റീഡിങ് എ ബുക്ക്, ഈസ് ഹീ. ഇനി ദേ ആർ യുവർ സിബ്ലിങ്സ്. അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ദേ ആർ യുവർ സിബ്ലിങ്സ്. അപ്പോൾ ആർ ഇൻ ദേ എന്നാണ് വരുന്നത്. അത് പോസിറ്റീവാണ്, സെൻറ്റൻസ് പോസിറ്റീവാണ്, അതുകൊണ്ട് നെഗറ്റീവ് ടാഗ്. ആർ ഇൻ ദേ. ദേ ആർ ഇൻ ഹിസ് സിബ്ലിങ്സ്. അവർ അവൻ്റെ സഹോദരങ്ങളല്ല.
ദേ ആറിൻറ്റ് ഹിസ് സിബ്ലിങ്സ്. ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ആർ ദേ എന്നാണ് വന്നത്. ആ നോട്ട് എടുത്ത് കളഞ്ഞു. ആദ്യത്തെ ദേ സബ്ജക്റ്റിൽ വരുന്ന ദേ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കേണ്ടത്. ആർ ദേ. അവർ അവൻ്റെ സഹോദരങ്ങളല്ല. ദേ ആറിൻറ്റ് ഹിസ് സിബ്ലിങ്സ്. ആർ ദേ. ദ ട്രെയിൻ ഈസ് കമ്മിങ്. ദ ട്രെയിൻ ഈസ് കമ്മിങ്. ഇതോടെ ശ്രദ്ധിക്കണം. ദ ട്രെയിൻ ഈസ് കമ്മിങ്. അവിടെ ഈസ് ആണ് ആദ്യം വരുന്നത്. ഈസ് അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഈസിൻ്റ് എന്നായി, നെഗറ്റീവ് ടാഗായി ഈസിൻ്റ്. അവിടെ ട്രെയിനിന് പകരം ദ ട്രെയിൻ എന്നുള്ളതിന് പകരം അവിടെ ഇറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവോ എന്തെങ്കിലും ആണെങ്കിൽ നമ്മളെപ്പോഴും ഇറ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഈസ് ഇൻ ഇറ്റ്. ദ ട്രെയിൻ ഈസ് കമ്മിങ് ഈസിൻ്റ് ഇറ്റ്. ദ ട്രെയിൻ ഈസ് കമ്മിങ് ഈസിൻ്റ് ഇറ്റ്. ദ ട്രെയിൻ ഈസ് ഇൻ കമ്മിങ് ഈസ് ഇറ്റ്. ദ ട്രെയിൻ ഈസ് നോട്ട് കമ്മിങ് ഈസ് ഇറ്റ് എന്നാണ്. ദ ട്രെയിൻ ഈസ് ഇൻ കമ്മിങ് എന്നുള്ള നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഈസ് ഇറ്റ് എന്ന് വന്നു. തീവണ്ടി വന്നുകൊണ്ടിരിക്കുന്നില്ല അല്ലേ, തീവണ്ടി വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ, ആണ് രണ്ട് സെൻറ്റൻസുകൾ വന്നിരിക്കുന്നത്. ഇനി ആം ഉപയോഗിക്കുന്നത് നോക്കാം. ഐ ആം ഹിസ് ബ്രദർ. ഐ ആം ഹിസ് ബ്രദർ. ഞാൻ അവൻ്റെ സഹോദരനാണ് അല്ലേ എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആം ആൻഡ് ഐ എന്നാണ് വിചാരിക്കുക. പക്ഷേ ആം ആൻഡ് ഐ എന്ന് ഇംഗ്ലീഷിൽ ഉപയോഗിക്കത്തില്ല. ആമിന് പകരം ഈ ഒരു ഇതിൽ മാത്രം ഒരു എക്സെപ്ഷണൽ കേസാണ് നമ്മൾ ആർ ആൻഡ് ഐ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ആമിന് പകരം എപ്പോഴും ആ നെഗറ്റീവ് സെൻറ്റൻസിൽ മാത്രം, നെഗറ്റീവ് ടാഗ്സ് ഉണ്ടാക്കുമ്പോൾ മാത്രം ആർ ആൻഡ് ഐ എന്ന് ഉപയോഗിക്കണം. ഐ ആം ഹിസ് ബ്രദർ, ആർ ആൻഡ് ഐ. ഐ ആം നോട്ട് ഹിസ് ബ്രദർ. അവിടെയും ആർ ഐ എന്നല്ല ഉപയോഗിക്കേണ്ടത്, അവിടെ ആം ഐ എന്ന് ഉപയോഗിക്കാം. ഐ ആം നോട്ട് ഹിസ് ബ്രദർ, ആം ഐ എന്നാണ്. ഈ നെഗറ്റീവ് ആം എന്നുള്ളതിന് നെഗറ്റീവ് ടാഗ്സ് ഉണ്ടാക്കുമ്പോൾ മാത്രം ആർ ആൻഡ് ഐ എന്ന് ഉപയോഗിക്കണം. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഐ ആം നോട്ട് ഹിസ് ബ്രദർ, ആം ഐ. ഐ ആം ഹിസ് ബ്രദർ, ആർ ആൻഡ് ഐ. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കൂ. പെർഫെക്റ്റ് ടെൻസിൽ ഷീ ഹാസ് ഗോൺ. അവൾ പോയിട്ടുണ്ട് അല്ലേ, അവൾ പോയിട്ടുണ്ട് അല്ലേ. ഷീ ഹാസ് ഗോൺ. ഹാസൻ ഷീ. ഷീ ഹാസ് ഗോൺ എന്നുള്ള പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ഉണ്ടാക്കി ഹാസൻ ഷീ. ഷീ ഹാസൻ ഗോൺ. ഹാസ് ഷീ. അവൾ പോയിട്ടില്ല അല്ലേ. ഷീ ഹാസൻ ഗോൺ. അവിടെ ഹാസ് ഷീ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഷീ ഹാസൻ ഗോൺ. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ടാഗ് ഉണ്ടാക്കി ഹാസ് ഷീ. നെക്സ്റ്റ്, ഹരി ആൻഡ് സുരേഷ് ഹാവ് റീച്ച്ഡ്. ഹരി ആൻഡ് സുരേഷ് ഹാവ്, ഹരിയും സുരേഷും എത്തിയിട്ടുണ്ട്. ഹരീഷ് ആൻഡ് സുരേഷ് ഹാവ് റീച്ച്ഡ്. ഇവിടെ നോക്കൂ, ഹാവിൻ ദേ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹരിയും സുരേഷും രണ്ട് പേര് പ്ലൂരൽ ആയതുകൊണ്ട് ദേ നമ്മൾ ഉപയോഗിക്കുന്നു. ദേ എന്നുള്ള പ്രോനൗണാണ് അവിടെ ഉപയോഗിച്ചത്. ഹരി ആൻഡ് സുരേഷ് ഹാവ് റീച്ച്ഡ്. ഹാവിൻ ദേ എന്നാണ് ടാഗ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ്, ഹരി ആൻഡ് സുരേഷ് ഹാവിൻ റീച്ച്ഡ്. അവിടെ ഹാവ് ദേ എന്ന് ഉപയോഗിച്ചു. നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗാണ് ഉപയോഗിച്ചത്, ഹാവ് ദേ. ഹരി ആൻഡ് സുരേഷ് ഹാവിൻ റീച്ച്ഡ്. ഹാവ് ദേ. ഹരിയും സുരേഷും എത്തിയിട്ടില്ല അല്ലേ. മുരളി വെൻറ്റ്. ഇതൊരു പാസ്റ്റ് ടെൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. മുരളി വെൻറ്റ് ഒരു സിമ്പിളായിട്ടുള്ള പാസ്റ്റ് ടെൻസാണ്. സിമ്പിൾ പാസ്റ്റ്. മുരളി വെൻറ്റ്, മുരളി പോയി. എപ്പോഴും നമ്മൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഡിഡിൻ്റെ നെഗറ്റീവ് ടാഗാണ് ഡിഡിൻറ്റ്. അപ്പോൾ മുരളി വെൻറ്റ് എന്നതിൽ ഡിഡിൻ ഹി എന്നാണ് വരുന്നത്. മുരളി പോയി. മുരളി ഡിഡിൻ ഗോ. മുരളി ഡിഡ് നോട്ട് ഗോ എന്നാണെങ്കിൽ അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. മുരളി പോയില്ല അല്ലേ എന്ന് പറയാൻ മുരളി ഡിഡിൻ ഗോ ഡിഡ് ഹി ആണ്. മുരളി ഡിഡിൻ ഗോ ഡിഡ് ഹി. മുരളി വെൻറ്റ് ഡിഡിൻ ഹി. മനസ്സിലാവുന്നുണ്ടല്ലോ വ്യത്യാസങ്ങൾ. ഇനി ദ പ്ലേയേഴ്സ് പ്ലേഡ് വെൽ. കളിക്കാർ നല്ലവണ്ണം കളിച്ചു. ദ പ്ലേയേഴ്സ് പ്ലേഡ് വെൽ. ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിലാണ്. പ്ലേയേഴ്സ് എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ട് ഇവിടെ പ്ലൂരലും സിംഗുലറും എന്ത് ആയിക്കഴിഞ്ഞാലും പാസ്റ്റ് ടെൻസിൽ ഡിഡ് എന്നാണ് ഉപയോഗിക്കുക. അപ്പോൾ ഡിഡിൻ ദേ. പ്ലേയേഴ്സ് എന്നുള്ളതിന് പകരമാണ് ഇവിടെ ദേ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഡിൻ പ്ലേയേഴ്സ് എന്ന് ഉപയോഗിക്കത്തില്ല, ഡിഡിൻ ദേ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ദ പ്ലേയേഴ്സ് പ്ലേഡ് വെൽ ഡിഡിൻ ദേ. കളിക്കാർ നല്ലവണ്ണം കളിച്ചു അല്ലേ. ദ പ്ലേയേഴ്സ് ഡിഡിൻ പ്ലേ വെൽ ഡിഡ് ദേ. നോക്കൂ, പ്ലേയേഴ്സ് ഡിഡിൻ പ്ലേ വെൽ, അത് നെഗറ്റീവ് സെൻറ്റൻസ്, അതിൻ്റെ പോസിറ്റീവ് ടാഗ് വന്നു. കളിക്കാർ നല്ലവണ്ണം കളിച്ചില്ല അല്ലേ. ഇനി അടുത്ത ഒന്ന് നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഹി ഹാഡ് അപ്ലൈഡ് ഫോർ എ ജോബ്. അയാളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് അപ്ലൈഡ് ഫോർ എ ജോബ്. ഹാഡിൻ ഹി. ഹാഡ് ആദ്യം സെൻറ്റൻസ് വന്നിട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് അവിടെ ഹാഡിൻ്റെ എന്നായി നെഗറ്റീവ് ടാഗ്.
അതുപോലെ ഹി ഹാഡിൻ്റ് അപ്ലൈഡ് ഫോർ എ ജോബ് ആണെങ്കിൽ ഹാഡ് ഹി എന്ന് ഉപയോഗിക്കും. ഹി ഹാഡിൻ്റ് അപ്ലൈഡ് ഫോർ എ ജോബ് ഹാഡ് ഹി. അവൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ എന്ന്. ഇനി ഒന്ന് ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെ വരുന്നത് നോക്കാം. ഷി വിൽ കം ടുമാറോ. അവൾ നാളെ വരും. അവൾ നാളെ വരും അല്ലേ എന്ന് പറയാൻ വേണ്ടി ഷി വിൽ കം ടുമാറോ. വോണ്ട് ഷി. വിൽ എന്നുള്ളതിൻ്റെ നെഗറ്റീവ് ഫോമാണ് വിൽ നോട്ട്. വിൽ നോട്ടിൻ്റെ ഷോർട്ട് പറയുന്നതാണ് വോണ്ട്. അപ്പോൾ ഷീ വിൽ കം ടുമാറോ എന്നുള്ളതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ് ഉപയോഗിച്ചു. വോണ്ട് ഷി. ഷി വിൽ കം ടുമാറോ. വോണ്ട് ഷി. ഹി വോണ്ട് ഗോ ടുമാറോ. വിൽ ഹി. നോക്ക്, ഹി വോണ്ട് ഗോ ടുമാറോ. അവൻ നാളെ പോകില്ല. അതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് വിൽ ഹി എന്ന് ഉപയോഗിച്ചു. ആ നോട്ടിനെ എടുത്തു കളഞ്ഞു. വിൽ ഹി. ഹി വോണ്ട് ഗോ ടുമാറോ. വിൽ ഹി. അവൻ നാളെ പോകില്ല അല്ലേ. ഹി വുഡ് സേ. നോക്ക്, വുഡ് ഉപയോഗിക്കുന്നത് ഇതൊരു മോഡൽ വെർബ് വരുമ്പോൾ ഉപയോഗിക്കുന്നത്. ഹി വുഡ് സേ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആയത് വുഡിൻ ഹി. ഹി വുഡ് സേ വുഡിൻ ഹി. അവൻ പറയും അല്ലേ. ഹി വുഡിൻ സേ. വുഡ് ഹി. അവിടെ നോക്ക്, ഹി വുഡിൻ സേ എന്നുള്ള നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അവിടെ നോട്ട് എടുത്ത് കളഞ്ഞു. ടാഗ് ഉണ്ട്, പോസിറ്റീവ് ടാഗ്. വുഡ് ഹി. അവൻ പറയില്ല അല്ലേ. ഇനി ഷുഡ് ഉപയോഗിക്കുന്നത് നോക്കൂ. ഐ ഷുഡ് സ്റ്റഡി വെൽ. ഷുഡിൻ ഐ എന്നാണ്. ഐ ഷുഡ് സ്റ്റഡി വെൽ പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ടാഗ്. ഷുഡിൻ ഐ. ഞാൻ നല്ലവണ്ണം പഠിക്കണം അല്ലേ. നോക്ക്, ഐ ഷുഡിൻ സ്റ്റഡി വെൽ. ഞാൻ നല്ലവണ്ണം പഠിക്കേണ്ട അല്ലേ എന്നാണെങ്കിൽ ഐ ഷുഡിൻ സ്റ്റഡി വെൽ നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വന്നു. ഷുഡ് ഐ ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കൂ. മനു ക്യാൻ റീഡ് തമിഴ്. മനു ക്യാൻ റീഡ് തമിഴ്. അതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അതിൽ ക്യാൻ എന്നുള്ള മോഡൽ വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ക്യാൻ്റെ നെഗറ്റീവ് ഫോം വന്നിട്ട് കനോട്ട് ആണ്. കാണ്ട് എന്ന് പറയും ഇംഗ്ലീഷ് ഷോർട്ടായിട്ട്. അപ്പോൾ മനു ക്യാൻ റീഡ് തമിഴ്. കാണ്ട് ഹി. മനു എന്ന് ഉപയോഗിക്കത്തില്ല, നമ്മൾ ടാഗിൽ മനു എന്ന് ഉപയോഗിക്കത്തില്ല. മനുവിന് പകരം അതിൻ്റെ പ്രോനൗൺ ഉപയോഗിക്കണം. അപ്പോൾ ഹി ആണ്. മനു ഒരു പുരുഷനായതുകൊണ്ട് അത് ഹി എന്ന് ഉപയോഗിക്കും. അപ്പോൾ മനു ക്യാൻ റീഡ് തമിഴ്. കാണ്ട് ഹി. നെക്സ്റ്റ്, ദേ കാൺ റീഡ് ഇംഗ്ലീഷ്. ദേ കാൺ റീഡ് ഇംഗ്ലീഷ്. അവർക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കഴിയില്ല. അപ്പോൾ കാൺ എന്നുള്ളത് നെഗറ്റീവ് ഫോം ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് ക്യാൻ ദേ എന്ന് പറയുന്നു. ദേ കാണ്ട് എന്നുള്ളത് ക്യാൻ ദേ എന്ന്. ദേ കാൺ റീഡ് ഇംഗ്ലീഷ്. ക്യാൻ ദേ. നെക്സ്റ്റ്, കുഡ് ഉപയോഗിക്കുന്നത് നോക്കാം. ഐ കുഡ് റീച്ച് ഓൺ ടൈം. ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് നോക്കാം. കുഡിൻറ്റ് ഐ. കുഡ് എന്നുള്ളത് കുഡിൻറ്റ് എന്ന്. കുഡിൻറ്റ് ഐ. എനിക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റി അല്ലേ. ഇനി പറ്റിയില്ല അല്ലേ എന്നാണ് നോക്കുക. ഹി കുഡിൻറ്റ് റീച്ച് ഓൺ ടൈം. കുഡിൻറ്റ് എന്നുള്ളത് നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് അത് നോട്ട് എടുത്തു കളഞ്ഞ് കുഡ് ഹി എന്നായി. ഹി കുഡിൻറ്റ് റീച്ച് ഓൺ ടൈം. കുഡ് ഹി. അവന് കൃത്യസമയത്ത് എത്താൻ പറ്റിയില്ല അല്ലേ. ആദ്യത്തെ പറ്റിയല്ലേ അല്ലേ പറ്റിയില്ല അല്ലേ. ഇനി അടുത്തത് മസ്റ്റ് നോക്കും. ഹി മസ്റ്റ് ഗോ. മസ്റ്റിൻ ഹി. പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ടാഗ് വന്നു. മസ്റ്റിൻ്റെ. മസ്റ്റിന് മസ്റ്റിൻ്റെ. ഇനി മസ്റ്റിൻ്റെ എന്നാണെങ്കിൽ മസ്റ്റ് ഹി. ഹി മസ്റ്റിൻ ഗോ. അവൻ അയാൾ എന്തായാലും പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഹി മസ്റ്റിൻ ഗോ. മസ്റ്റ് ഹി. പോകണമെന്ന് അത് അല്ലേ എന്ന് പറയുന്നു. അവൻ എന്തായാലും പോകേണ്ട ആവശ്യമില്ല അല്ലേ എന്ന്. അല്ലെങ്കിൽ അവൻ എന്തായാലും പോകേണ്ട ആവശ്യമില്ല അല്ല പോകണോ അങ്ങനെയും വരാം. മലയാളത്തിൽ പറയുമ്പോൾ ഹി മസ്റ്റിൻ ഗോ. മസ്റ്റ് ഹി. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ഇത്രയാണ് സാധാരണ ഈ ടെൻസുകളിലുള്ള എക്സാമ്പിൾസ് പറയാനുള്ളത്. ഇനി ചില കേസുകൾ അറിഞ്ഞിരിക്കേണ്ട കേസുകൾ നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ. ദെർ ഈസ് എ ലോട്ട് ഓഫ് വർക്ക്. ദെർ ഈസ് എ ലോട്ട് ഓഫ് വർക്ക്. ഇവിടെ ഈസ് ആണ് വെർബ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈസിൻറ്റ് ദെയർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ ദെയർ എന്നുള്ളത് അതുപോലെ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ദെർ ഈസ് എ ലോട്ട് ഓഫ് വർക്ക് എന്നുള്ളതിന് ഈസിൻറ്റ് ദെയർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ചില സെൻറ്റൻസുകൾ ചില വേർഡ്സുകൾ നോക്കൂ. ഈ നെവർ, റെയർലി, ഹാർഡ്ലി, സെൽഡം ഇതൊക്കെ നെഗറ്റീവ് വേർഡുകളാണ്. ഈ നെഗറ്റീവ് വേർഡ്സ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കുന്നത് നോക്കാം. നോക്കൂ. ദേ നെവർ കം. ഇപ്പോൾ ഇത് നെവർ കം എന്ന് കാണുമ്പോൾ നമ്മൾക്കതൊരു പോസിറ്റീവ് സെൻറ്റൻസ് മാതിരി തോന്നുമെങ്കിലും ഇവിടെ നോട്ട് എന്നില്ല. പക്ഷേ നെവർ എന്നുള്ളതൊരു നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടാണ് പരിഗണിക്കപ്പെടുക. ദേ നെവർ കം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഇത് അറിഞ്ഞു വെച്ചിരിക്കണം. ദേ നെവർ കം എന്നുള്ള ഡു ദേ എന്നാണ് ചോദിക്കേണ്ടത്. ഡോണ്ട് ദേ എന്നല്ല ചോദിക്കേണ്ടത്. കാരണം ദേ നെവർ കം അവർ ഒരിക്കലും വരില്ല എന്നുള്ള അർത്ഥം. ഒരിക്കലും വരുന്നില്ല. അവർ ഒരിക്കലും വരുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഡു ദേ എന്നുള്ള ടാഗാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതേമാതിരി ഹാർഡ്ലി നോക്കും. ഹി ഹാർഡ്ലി ഈറ്റ്സ് നോൺ വെജ്. അയാൾ നോൺ വെജ് കഴിക്കാറേ ഇല്ല. അത് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഹി ഹാർഡ്ലി ഈറ്റ്സ് നോൺ വെജ് എന്നുള്ളത് ഇതൊരു
പ്രസൻറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലായതുകൊണ്ട് നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഹീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡസ് ഹീ എന്നാണ് ചോദിക്കേണ്ടത്. ഹീ ഹാർഡ്ലി എന്നുള്ള നെഗറ്റീവ് ആയതുകൊണ്ട് ഡസ് ഹീ എന്നാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഷീ റെയർലി ഗോ ഔട്ട്, അവൾ പുറത്ത് പോകാറേ ഇല്ല എന്നില്ല, വളരെ 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 ദുർലഭമായിട്ട് പുറത്ത് പോകാറുള്ളൂ എന്നുള്ളത്. ഷീ റെയർലി ഗോ ഔട്ട്, അപ്പോൾ ഇവിടെയും നെഗറ്റീവാണ് ഇത് ഈ സെൻറ്റൻസിനെ പരിഗണിക്കുന്നത്. അതുകൊണ്ട് ഷീ റെയർലി ഗോ ഔട്ട് എന്നുള്ളതിൽ ഡസ് ഷീ എന്നാണ് ഉപയോഗിക്കേണ്ടത്, ഡസ് ഷീ. ഇനി നമ്മൾ ലെറ്റ് ഉപയോഗിക്കുമല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലെറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം നോക്കൂ, ലെറ്റ്സ് ഈറ്റ് സംതിങ്, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അതൊരു സജഷൻ പറയുന്നതാണ്. ഇങ്ങനെ സജഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്നുള്ളതിന് ഷാൽ വി എന്നാണ് ടാഗ് ഉപയോഗിക്കേണ്ടത്. ഷാൽ വി. ലെറ്റ്സ് ഈറ്റ് സംതിങ് എന്നതിന് ഷാൽ വി എന്ന് ഉപയോഗിക്കേണ്ടത്. ലെറ്റ്സ് ഗോ, അവിടെയും ഷാൽ വി. നമുക്ക് പോകാം, അതൊരു സജഷൻ ആണെങ്കിൽ, ലെറ്റ്സ് ഗോ നമ്മളൊരു സജഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഷാൽ വി എന്നാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഈ ലെറ്റസ് ഗോ ചിലപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ എന്നാണെങ്കിൽ ലെറ്റ്സ് ഗോ എന്ന് നമുക്ക് പോകാമെന്നാണ്. ലെറ്റസ് ഗോ എന്നാണെങ്കിൽ നമ്മളൊരു ആളോട് ചോദിക്കുകയാണെങ്കിൽ ലെറ്റസ് ഗോ സാർ, ഒരു അനുവാദം ചോദിക്കുകയാണെങ്കിൽ, ഒരു പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വിൽ എന്നാണ്, വിൽ യു പെർമിറ്റ് മീ ടു ഗോ എന്നുള്ള അർത്ഥം വരുന്ന വിധത്തിൽ നമ്മൾ വിൽ യു എന്നുള്ള ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ഷാൽ വി അല്ലെങ്കിൽ വിൽ യു എന്ന് ഉപയോഗിക്കാം. പക്ഷേ ആ സെൻറ്റൻസിൻ്റെ സന്ദർഭത്തിനനുസരിച്ചാണ് നമ്മളിതിനെ ഉപയോഗിക്കേണ്ടത്. ഇപ്പം ലെറ്റസ് ഗോ നമ്മൾ തന്നെ പറയുകയാണ്, ലെറ്റസ് നമ്മൾ തന്നെ തീരുമാനിക്കണം, നമ്മൾ തന്നെ ഉള്ള ഒരു സജഷനാണ്, നമ്മുടെ തന്നെ ഒരു സജഷൻ, ലെറ്റസ് ഗോ നമുക്ക് പോകാമെന്നുള്ളതാണെങ്കിൽ ഷാൽ വി. ഇല്ല നമ്മൾ ഒരാളോട് പെർമിഷൻ ചോദിക്കുകയാണെങ്കിൽ ലെറ്റസ് നമ്മൾ പോയിക്കോട്ടെ സാർ, ലെറ്റസ് ഗോ നമ്മൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിൽ യു എന്ന് ഉപയോഗിക്കണം. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ലെറ്റ് മീ ടോക്ക്. ലെറ്റ് മീ ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ അനുവാദം ചോദിക്കുകയാണ്. ലെറ്റ് മീ ടോക്ക് അവിടെ നമ്മൾ വിൽ യു എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരു പെർമിഷൻ ചോദിക്കുന്നത് കൊണ്ട് നമ്മൾ ലെറ്റ് മീ ടോക്ക് എന്നതിന് വിൽ യു എന്നാണ്, ലെറ്റ് മീ ടോക്ക് വിൽ യു എന്നാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് ഹിം ഗോ, അവനെ പോകാൻ അനുവദിക്കൂ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. അവിടെ അനുവാദമാണ്, പെർമിഷനാണ്. അപ്പോൾ വിൽ യു എന്നാണ് ഉപയോഗിക്കുന്നത്. ലെറ്റ് ഹിം ഗോ എന്നതിനും വിൽ യു എന്നുള്ള ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ലെറ്റ് ഹിം ഗോ വിൽ യു, ലെറ്റ് ഹിം ഗോ വിൽ യു. ഇനി നോക്കൂ, ചില സെൻറ്റൻസുകളുണ്ട്, അതിന് ഇമ്പെരറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അതിൽ സബ്ജക്റ്റ് കാണത്തില്ല. നമ്മൾ സബ്ജക്റ്റ് ഒരു ഇതായിരിക്കും, അവിടെ ഹിഡൺ ആയിരിക്കും. നമുക്ക് ടേക്ക് എ സീറ്റ്, ടേക്ക് യുവർ സീറ്റ് എന്നൊക്കെ പറയില്ല, ടേക്ക് യുവർ സീറ്റ്, ഹാവ് എ സീറ്റ്, ടേക്ക് എ സീറ്റ്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ വോണ്ട് യു എന്നുള്ള ടാഗാണ് ഉപയോഗിക്കേണ്ടത്. ടേക്ക് എ സീറ്റ് എന്ന് പറഞ്ഞാൽ വോണ്ട് യു. അവിടെ ഇത് പൊളൈറ്റ് ആയിട്ടുള്ള നമ്മളൊരു ഇൻവിറ്റേഷനാണ്, പൊളൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനിലാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്, വോണ്ട് യു എന്ന്. ഇനി വേറെ നോക്കൂ, ക്ലോസ് ദ ഡോർ, ക്ലോസ് ദ വിൻഡോസ്, ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറയുമല്ലോ. നമ്മൾ യു ഓപ്പൺ ദ ഡോർ, പ്ലീസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ക്ലോസ് ദ ഡോർ. ഇങ്ങനെയുള്ള കേസിൽ ക്ലോസ് ദ ഡോർ വുഡ് യു എന്നാണ് ചോദിക്കേണ്ടത്. വുഡ് യു ഇവിടെ വരുമ്പോൾ ക്ലോസ് ദ ഡോറ് നമ്മൾ സാധാരണ ഒരു പൊളൈറ്റായിട്ട് ഒരാളോട് പറയുന്നത് പ്ലീസ് ക്ലോസ് ദ ഡോർ എന്നുള്ള അർത്ഥത്തിൽ വരുവാണെങ്കിൽ വുഡ് യു എന്നാണ് ചോദിക്കുക. ഇനിയല്ല നമ്മളൊരു കമാൻഡിൻ്റെ ഒരു ഓർഡറിൻ്റെ രൂപത്തിൽ ഓപ്പൺ ദ ഡോർ എന്ന് പറയുകയാണെങ്കിൽ വിൽ യു എന്നാണ് പറയേണ്ടത്. നമ്മൾ പൊളൈറ്റ് ആണെങ്കിൽ വുഡ് യു, അല്ല കുറച്ചുകൂടെ കമാൻഡ് ഓർഡറിലാണെങ്കിൽ വിൽ യു. ഓപ്പൺ ദ ഡോർ വിൽ യു എന്ന് ഉപയോഗിക്കാം, ക്ലോസ് ദ ഡോർ വുഡ് യു എന്ന് ഉപയോഗിക്കാം. ഇനി മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയുന്നു. ആം എന്ന് ഉപയോഗിക്കുമ്പോൾ ഐ ആം എ സ്റ്റുഡൻറ്റ്, ആർ ആൻഡ് ഐ എന്നാണ്. ആം ആൻഡ് ഐ എന്ന് ഉപയോഗിക്കത്തില്ല. ഐ ആം നോട്ട് എ സ്റ്റുഡൻറ്റ്, ആം ഐ എന്നാണ്, അവിടെ ആം ഐ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് ഒരു സ്ഥലത്ത് മാത്രം ഐ ആം എ സ്റ്റുഡൻറ്റ്. ആം പോസിറ്റീവ് സെൻറ്റൻസിൽ നെഗറ്റീവ് ടാഗ് ഉപയോഗിക്കുമ്പോൾ മാത്രം ആം ആൻഡ് ഉപയോഗിക്കത്തില്ല. ഇതൊന്ന് മാത്രം അറിഞ്ഞു വയ്ക്കുക. ഞാൻ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ടാഗിൽ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.